നമുക്കിപ്പോൾ ശ്രീ സുശീലൻ സീഡ് കോർഡിനേറ്ററാണ്. അദ്ദേഹം നേരത്തെ ഇവിടെ ശ്രീമതി മിനി പ്രിൻസ് പറഞ്ഞ ചില കാര്യങ്ങളോട് പ്രതികരിക്കുന്നുണ്ട്. ശ്രീ സുശീലൻ, താങ്കൾ എങ്ങനെയാണ് ഈ സീഡിന്റെ കോർഡിനേറ്ററായി വന്നത്? ഞാൻ 2021 എന്റെ കോർഡിനേറ്ററായിട്ട് വരുന്നത്. സീഡ് സൊസൈറ്റി എന്ന് പറഞ്ഞ ഒരു സൊസൈറ്റി ഉണ്ടെന്നും അതിൽ പഞ്ചായത്ത് തല കോർഡിനേറ്റർ വേണം, കർണാടകത്ത് മാത്രം കോർഡിനേറ്റർ ഇല്ല, പിന്നെ കർണാടകത്ത് ഒരു കോർഡിനേറ്റർ വേണമെന്ന് പറഞ്ഞ സീഡിന്റെ പ്രസിഡന്റ് CJ ബേബി എന്ന് പറഞ്ഞ ആള്. ഹലോ, കേൾക്കാം. CJ ബേബി വഴിയാണ് എന്റെ അടുക്ക വരുന്നതും. ഇതിന് കോർഡിനേറ്റർ ആകണം. ജനങ്ങൾക്ക് 50% സബ്സിഡി നിരക്കിൽ മുഴുവൻ സാധനങ്ങളും വിതരണം ചെയ്യാം. നമ്മൾ കുറേയേറെ സാധനങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. ആദ്യഘട്ടം നിരക്ക് തേനീച്ച ക്ലസ്റ്ററാണ് തുടങ്ങുന്നത്. തേനീച്ച ക്ലസ്റ്റർ തുടങ്ങി അതിന്റെ പരിപാലനം അത് വിപുലീകരിക്കുകയാണ് ലക്ഷ്യം എന്ന് പറഞ്ഞാണ് എന്നെ ഇതിനകത്ത് ചേർക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, വല്ല ഉടായ്പ ഉണ്ടോ എന്ന് അന്നേരം തന്നെ ചോദിച്ചു. അന്നേരം പറഞ്ഞില്ല, CSR ഫണ്ട് വിനിയോഗിച്ചുകൊണ്ടാണ് പകുതി സബ്സിഡി കൊടുക്കുന്നത്. അങ്ങനെ പറഞ്ഞാണ് ഞാൻ ഇതിനകത്ത് വരുന്നത്. ആദ്യം 65 തേനീച്ച കൃഷിക്കാരെ ചേർത്തു, അവർക്കത് കൊടുത്തു. ഹലോ, കേൾക്കാമോ? കേൾക്കാം. അതിനുശേഷം നാല് പ്രാവശ്യമായിട്ട് വേണ്ട 270 തയ്യൽ മെഷീൻ കൊടുത്തു. തയ്യൽ മെഷീൻ ആദ്യം വിതരണം ചെയ്ത് അന്ന് പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ഉണ്ടായിരുന്ന ശ്രീമതി മിനി പ്രിൻസ് ആണ് ആദ്യം ഉദ്ഘാടനം ചെയ്തത്. അന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മിനി പ്രിൻസ് പറഞ്ഞ ഇതുപോലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തണം, എല്ലാവർക്കും ഈ ആനുകൂല്യം ലഭ്യമാകുന്നതിന് വേണ്ടിയുള്ള സഹായം ചെയ്യണം. അന്നിപ്പോ പിന്നെ തികച്ചും രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ഈ മിനി പ്രിൻസ് ഇത് പറയുന്നത്. കാരണം ഞങ്ങൾ 2 രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. ഈ കേരളത്തിലുടനീളം സംഭവിച്ച പോലെ തന്നെ ഞാനും ഇതിന്റെ ഒരു ഇരയായിട്ട് നിൽക്കുകയാണ്. കാരണം ഞാനും പൈസ അടച്ചിട്ടുണ്ട്. പൈസ അടച്ച് എനിക്ക് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഒരു 35,000 ചാക്ക് വളം നമ്മുടെ വിതരണം ചെയ്തിട്ടുണ്ട്. 132 സ്കൂട്ടി വിതരണം ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് കിട്ടിയത്. അപ്പം ജനങ്ങൾക്ക് കൂടുതൽ വിശ്വാസമായി, ഞങ്ങൾക്കും കൂടുതൽ വിശ്വാസമായി. ഇത് കിട്ടും, CSR ഫണ്ടാണ് കിട്ടുന്നതെന്ന് പറഞ്ഞ് വിശ്വസിച്ചാണ് അനന്തകൃഷ്ണൻ സ്ഥിരമായിട്ട് വരുമായിരുന്നു ഞങ്ങളുടെ മീറ്റിങ്ങിലൊക്കെ. അതെല്ലാം വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് നമ്മളിത് ചെയ്തത്. നമ്മളാരെയും കബളിപ്പിക്കാനോ, പിന്നെ മിനി പ്രിൻസ് പറഞ്ഞ പോലെ എന്റെ സ്വന്തം അക്കൗണ്ടിലോട്ട് ഒരു പൈസ പോലും ഞാൻ വാങ്ങിയിട്ടില്ല. ശരി, ഓക്കെ. കൂട്ടാർ സർവീസ് സഹകരണ ബാങ്കിന്റെ കൂട്ടാർ ബ്രാഞ്ചിൽ നിന്നാണ് ഇത് RTGS ചെയ്ത് സീഡിന്റെ സൊസൈറ്റിയിലേക്ക് കൊടുക്കുകയും അനന്തകൃഷ്ണൻ പറയുന്നതനുസരിച്ച് അനന്തകൃഷ്ണന്റെ കമ്പനിയിലേക്ക് പണം അടച്ചും കൊടുത്തിട്ടുള്ളതാണ്. അതിനെല്ലാം ഞാൻ കേസ് വന്നപ്പോൾ തന്നെ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. പോലീസ് അവിടെ പോയി അന്വേഷിച്ചു. കാര്യങ്ങൾ ശരിയാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്റെ പേരിൽ FIR കേസെടുത്ത് എന്റെ പേരിൽ ആൾക്കാർ കൊടുത്തതിന് കേസെടുത്തിട്ടുണ്ട്. ഇത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമായി ഉണ്ടാക്കുന്ന ഒരു വ്യക്തമാണ്.